എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ പറയാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണ് NEP 2020 അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം. ആദ്യത്തെ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു 1968. രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്തും 1986. അതിനുശേഷം നരേന്ദ്രമോദിയുടെ കാലത്താണ് മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അധ്യക്ഷൻ K. കസ്തൂരിരംഗനാണ്. 2017 ഈ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. അധ്യക്ഷനടക്കം 9 പേരാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 2020 ജൂലൈ 29 കേന്ദ്രമന്ത്രിസഭ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്തൊക്കെ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ തലത്തിൽ വന്നത് എന്ന് നോക്കാം. ഇത്രയും കാലം നമ്മൾ പഠിച്ചു വന്നത് 10+2+3 എന്ന പാറ്റേണിലായിരുന്നു. എന്നാൽ അത് മാറി 5+3+3+4 എന്ന പാറ്റേണിലേക്ക് ആയി. ആദ്യത്തെ 5 വർഷം പ്രീ പ്രൈമറിയാണ്. അംഗനവാടി, LKG, UKG 1-2 ക്ലാസ്സുകളാണ് വരുന്നത്. അടുത്ത 3 വർഷം പ്രിപ്പറേറ്ററി സ്റ്റേജ് 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്. അതിനുശേഷം മിഡിൽ സ്റ്റേജ് 3 വർഷം 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്. അതിനുശേഷമാണ് സെക്കൻഡറി സ്റ്റേജ് വരുന്നത് 4 വർഷം 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ്, 12-ാം ക്ലാസ്. ക്ലാസ് വിഭജനം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ചുരുക്കത്തിൽ 6 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെയാണ് 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുക. അവൻ 12-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവന് 18 വയസ്സ് തികഞ്ഞിരിക്കും. മാത്രമല്ല 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു. എന്നാൽ NEP 2020 പ്രകാരം 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്നായി മാറി. ഈ നയത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് 6, 7, 8 ക്ലാസ്സുകളിലൊക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകും. ഈ 6, 7, 8 ക്ലാസ് മുതലാണ് ഇവർ സയൻസും ആർട്സും ഒക്കെ പഠിച്ചു തുടങ്ങുന്നത്. മാത്രമല്ല 2 ബോർഡ് എക്സാമാണ് ഉണ്ടാകുന്നത്, 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും. പക്ഷേ അതിന് 10-ാം ക്ലാസ്സിന് അത്ര പ്രാധാന്യമില്ല, 12-ാം ക്ലാസ്സാണ് പ്രാധാന്യത്തോടെ നടക്കുന്നത്. മാത്രമല്ല സെക്കൻഡറി ലെവലിൽ ഇവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഓപ്ഷണൽ സബ്ജക്റ്റായി എടുത്ത് പഠിക്കാം. കൂടാതെ ഈ പരീക്ഷകളൊക്കെ സെമസ്റ്റർ സിസ്റ്റത്തിലായിരിക്കും നടക്കുക എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇനി ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ, അതായത് കോളേജ് തലത്തിൽ ഈ നയം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നോക്കാം. മുന്നേ ഡിഗ്രി പഠനം എന്നത് 3 വർഷമായിരുന്നു. എന്നാൽ 2024 മുതൽ അത് 4 വർഷത്തേക്ക് ആക്കി മാറ്റി. ഈ 4 വർഷത്തിനുള്ളിൽ നമുക്ക് ഇടയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നാലും എവിടെ വെച്ചാണോ, ഏത് വർഷമാണോ ആ പഠനം നിർത്തിയത് ആ വർഷത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. അതായത് 1 വർഷം മാത്രമേ പോകാൻ പറ്റിയുള്ളൂ എങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2ാമത്തെ വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 3ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുപോലെ 4 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. 2 വർഷം മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിച്ചുള്ളൂ. തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നീട് 7 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാക്കിയുള്ള വർഷം പഠിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. അടുത്തത് ABC, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പല കോളേജുകളിൽ പോയിട്ട് പഠിക്കാം. ഇപ്പോൾ ലിറ്ററേച്ചർ എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മ്യൂസിക്കും കൂടി പഠിക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ അത് ആ കോളേജിലില്ലെങ്കിൽ അടുത്ത കോളേജിൽ ആ മ്യൂസിക് കോഴ്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അവിടെ ചേരാം. അതായത് 2 സ്ഥലത്തുനിന്നും ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാമെന്നർത്ഥം. അതിൻ്റെ ക്രെഡിറ്റ് ഒരു ഡിജിറ്റൽ ഇൻ്റർനെറ്റ് അക്കൗണ്ടിലാണ് സൂക്ഷിക്കുക. അപ്പോൾ ഇത്ര ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്നൊരു മാനദണ്ഡമുണ്ട്. അപ്പോൾ അത്രയും ക്രെഡിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് നൽകും. പിന്നെ വരുത്തിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ MPhil കോഴ്സ് നിർത്തലാക്കി. PG കഴിഞ്ഞ് എൻട്രൻസ് എഴുതി നേരെ PhDക്ക് പ്രവേശിക്കാം. ഉന്നത വിദ്യാഭ്യാസം ദേശീയ തലത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി HECI, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയായിരിക്കും ചുമതലപ്പെടുത്തുക. അതിൻ്റെ കീഴിൽ 4 സ്വതന്ത്ര വിഭാഗങ്ങൾ വേറെ ഉണ്ടാകും. NHERC, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, GEC, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, HEGC, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻറ്റ്സ് കൗൺസിൽ, NCA, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നിങ്ങനെ 4 വിഭാഗങ്ങളും ഉണ്ടാകും.
ഇനി ദേശീയ വിദ്യാഭ്യാസ നയം BEd തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നോക്കാം. +2 കഴിഞ്ഞവർക്ക് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും കൊടുക്കുന്നത്. ഇനി 2030 മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപകരാകാനുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സ് ചെയ്യണം. NTA നടത്തുന്ന NCET ടെസ്റ്റ് മുഖേനയായിരിക്കും പ്രവേശനം ലഭിക്കുക. 4 ലെവൽ കോഴ്സാണ് ഈ 4 വർഷം കൊണ്ട് നടത്തുന്നത്. അതായത് ഒന്നാമത്തെ വർഷം നടക്കുന്നത് പ്രീ പ്രൈമറി 1-2 ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ BEd സ്റ്റേജാണ് നടത്തുന്നത്. രണ്ടാമത്തെ വർഷത്തത് 3, 4, 5 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി BEd കോഴ്സാണ് നടത്തുന്നത്. മൂന്നാമത്തെ വർഷം 6, 7, 8 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള മിഡിൽ BEd ആണ് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് 9, 10, 11, 12 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡറി BEd ആണ് നൽകുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.